പക്ഷേ ഫാസ്റ്റ് ചാർജിങ്ങിലും ഒരുപാട് നെഗറ്റീവ് സൈഡുകളുണ്ട്. കാരണം ബാറ്ററി ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ദേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് ഹുഡിൽ ഇങ്ങനെ ഒരു എമർജൻസി ലിവർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു എമർജൻസി ലിവർ കൊടുത്തിരിക്കുന്നത്? EV വാഹനത്തിനെ കുറിച്ചാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള പെട്രോൾ വാഹനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ഇതൊരു ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG. ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ സിട്രോണിലാണ്. അതായത് സിട്രോണിൻ്റെ C3 എന്ന് പറയുന്ന വാഹനമാണ് ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ളത്. അതായത് ഇതൊരു ഇലക്ട്രിക് വെഹിക്കിളാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇവനാണ് ഞാൻ പറഞ്ഞ മോഡൽ. പക്ഷേ കറക്റ്റ് നമ്മുടെ C3X പോലെ തന്നെയാണ് ഈ ഒരു വേരിയൻറ്റും ഇരിക്കുന്നത്. അതായത് ഒരു രീതിക്കുള്ള മാറ്റവും ഇല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിളാന്നുള്ള ആരും തന്നെ പറയില്ല. ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് നോക്കുമ്പോൾ അറിയാം. കാരണം ഈ ഗ്രിൽസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത് ഒരു രീതിക്കുള്ള ഇലക്ട്രിക് വെഹിക്കിളാണെന്ന് അറിയില്ല. നമ്പർ പ്ലേറ്റ് ഗ്രീൻ ആണെങ്കിൽ മാത്രം ഇതൊരു ഇലക്ട്രിക് വെഹിക്കിളാണെന്നെങ്കിലും മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷവും ഈ വാഹനത്തിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡും ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് ഡ്രോബാക്സും എല്ലാം കൂടെയാണ് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Explore. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ടോപ്പ് എൻഡ് വേരിയൻസ് ആണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ്. അതായത് EV സെഗ്മെൻറ്റിൽ ഈ വാഹനത്തിൽ ഏറ്റവും ബേസ് വേരിയൻറ്റിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ബേസ് വേരിയൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഇതിൻ്റെ പ്രൈസ് റേഞ്ചിങ് മനസ്സിലാവണം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ കുറച്ച് ഓഫേഴ്സും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യം തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണാം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ C3Xൻ്റെ സെയിം രീതി, ഒരു രീതിക്കുള്ള മാറ്റവും ഇല്ല. കാരണം C3X കൂടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാനകത്ത് വേറെ ഒരു രീതിക്കുള്ള വ്യത്യാസമില്ല. എന്നാലും ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് DRLസോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഈ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ വരുന്ന ലൈൻ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സിട്രോണിൻ്റെ ഈ ട്വിൻ ലോഗോയിലോട്ട് കയറുന്ന രീതി. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ, ഇവിടെ നിന്ന് അടുത്ത ലൈനും കൂടെ കയറി നല്ലൊരു രസമായിട്ട് അവരുടെ ഒരു ലോഗോ. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നേച്ചർ തന്നെയാണ്. എല്ലാം സിട്രോൺ വാഹനത്തിൻ്റെ സെയിം സിഗ്നേച്ചർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ലൈൻസ് നേരെ വന്ന് ഇതിലുള്ള DRL പൊസിഷനിലോട്ട് കയറി നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഇവിടെ DRL ഇല്ല. ഇവിടെ നോർമൽ ഹാലജൻ പാർക്ക് ബൾബും ഇൻഡിക്കേറ്റർ ബൾബും ഇതിനകത്ത് തന്നെയാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്കൊരു റിഫ്ലക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റ് കിട്ടുന്നുണ്ട്. അതൊരു H4 ഹെഡ്ലൈറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കിത് മാറ്റി LED ആക്കാൻ സാധിക്കുന്നത് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതിൻ്റെ തൊട്ട് താഴത്തെ ഗ്രില്ല് തേണ്ട ഇവിടെ വന്ന് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ നേരെ താഴെ നമുക്ക് ഫോഗ് ലാംപ്സോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോഗ് ലാംപ്സും എല്ലാം ഒരു കിറ്റായിട്ട് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫോഗ് ലാംപ്സ് മാത്രമല്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ വരുന്ന കിറ്റും കൂടെ ഞാൻ ഇതിൻ്റെ കൂടുതൽ തന്നെ പറഞ്ഞു പോകും. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ചെറിയൊരു എമൗണ്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളൂടെ ഇൻക്ലൂഡിങ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആഡ് ചെയ്യാൻ സാധിക്കും. അതും കമ്പനി ഫിറ്റഡ്. അതുകൊണ്ട് തന്നെ വാറണ്ടിക്ക് വേറെ പ്രശ്നങ്ങൾ വരുന്നുമില്ല. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ അപ്പർ ഗ്രില്ല് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലോവർ ഗ്രില്ലും കാണാൻ സാധിക്കും. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എയർ ഡാമാണ്. നമുക്ക് പ്രത്യക്ഷത്തിലൊരു EV വാഹനമാണെന്ന് ഒരു രീതിക്ക് നമുക്ക് തോന്നിക്കത്തില്ല. കാരണം സാധാരണ EV വാഹനം എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഫുള്ള് ക്ലോസ്ഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു രീതിക്കുള്ള ക്ലോസിങ്ങും വരുന്നില്ല. ഫുൾ ഓപ്പൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഒരു കുഞ്ഞൻ എയർ ഡാമും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഒരു രീതിക്കുള്ള EV ആണെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഈ ബൾജസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത്, അതായത് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും ഒരു രീതിക്കുള്ള മാറ്റമില്ല. ബമ്പേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇനി സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫെൻഡറിൻ്റെ പുറത്തുള്ള ഈ ഒരു ലിഡ്. ഈ ഒരു ലിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജിങ്ങിൻ്റെ പോർട്ടാണ്. പല വാഹനങ്ങളിലും നമ്മൾ സെൻട്രൽ പോർഷനിലാണ്, അതായത് ഒരു ബോണറ്റിൻ്റെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സാധാരണ കാണുന്നത്. നമ്മൾ പല വീഡിയോസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രണ്ട് കൊണ്ട് ചെറിയ ഹിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പം ചിലരെങ്കിലും ചോദിക്കായിരിക്കും ഈ സൈഡിൽ ബുദ്ധിമുട്ടില്ലേ? ഉണ്ടാകും. ഫെൻഡറിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജിങ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ചാർജിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിവിടെ DC ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. AC ചാർജിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ AC ചാർജിങ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ DC ചാർജിങ്ങും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാനുള്ള ലോക്ക് നമ്മുടെ ഹുഡ് ഓപ്പണിങ്ങിൻ്റെ അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് വരുന്ന 195, 65, R15 ആണ്. 195, 65, R15 ഇഞ്ചാണ് ഈ ഒരു ടയർ സൈസ് വരുന്നത്. നമുക്ക് നോർമൽ റിം ആണ് കിട്ടുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ വീൽ കവേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ആ ഒരു കിറ്റിനകത്ത് തന്നെ നമുക്ക് വീൽ കവേഴ്സും കിട്ടുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീൽ കവേഴ്സും വാങ്ങാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് മേളിൽ ഫെൻഡറിൻ്റെ ഭാഗത്ത് തന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റർ, സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അത് ട്രാൻസ്പെറൻറ്റ് കവറിനകത്ത് ആംബർ കളർ ബൾബാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ സൈഡിലത്തെ മിറേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഓട്ടോ ഫോൾഡിംഗ് ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. മെക്കാനിക്കൽ ടൈപ്പ് അഥവാ മാനുവൽ അഡ്ജസ്റ്റിംഗ് ടൈപ്പ് വരുന്ന മിറേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതൊരു ബേസ് വേരിയൻ്റ് ആണ്, ഞാൻ ആദ്യമേ എടുത്ത് പറഞ്ഞു. അത് കഴിയുമ്പോൾ ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ക്ലാഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. പക്ഷേ
നമുക്കിതിൻ്റെ ഒരു സ്പെഷ്യൽ കിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാഡിങ്സും അതുപോലെ തന്നെ ഡോറിൽ വരുന്ന ബീഡിങ്സും കാര്യങ്ങളും എല്ലാം കൂടി കിട്ടുന്നുണ്ട്. അതും കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ബേസ് വേരിയൻ്റ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഫോഗ് ലാമ്പ്, അതിൻ്റെ പുറത്ത് ക്രോം പ്ലേറ്റ്, അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ക്ലാഡിങ്സ്. ഈ ഒരു ഡോറിൽ കൂടെ ഒക്കെ ഈ ക്ലാഡിങ്സ് കയറി വന്ന് വീലാർച്ച് വന്ന് അവസാനിക്കുന്ന ഈ ബമ്പർ വരെ നമുക്ക് ഇത്രയും പോർഷനിലൊരു ടോപ്പ് ആൻഡ് വേരിയൻ്റ് പോലെ തന്നെ നമുക്ക് ആക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലിഫ്റ്റിംഗ് ഡോർ ഹാൻഡിൽസ് കുറച്ച് ഓൾഡ് സ്കൂളാണെന്ന് തന്നെ നമുക്ക് തോന്നാറുണ്ട്. ഇതൊക്കെ മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു. കാരണം സിട്രോൺ എന്ന് പറയുന്ന ഒരു വാഹനം ഒരു പുതിയ കാർ മാനുഫാക്ചർ അല്ല, ഒരു 100+ ഇയേഴ്സ് ആയിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. എന്നിട്ടും ഇവിടെ ഇങ്ങനത്തെ മോഡൽസൊക്കെ കൊണ്ടുവരുന്നത് എനിക്കൊന്ന് കുറച്ചുകൂടെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇവർക്ക് ഫീൽഡ് പിടിക്കാൻ വേണ്ട കുറച്ചേറെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന പുതിയ മോഡൽസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ മാറ്റം വരേണ്ട സമയം കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കിവിടെ കീ സിലിണ്ടർ കാണാൻ സാധിക്കും. താക്കോലിട്ട് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതും ഓൾഡ് സ്കൂൾ തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കീയുടെ കേസും കൂടെ ഒന്ന് പറയാം. ഒരു നോർമൽ കീയും നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു ഫ്ലിപ്പ് കീയും കിട്ടുന്നുണ്ട്. അതായത് ബേസ് വേരിയൻറ്റ് EVയിൽ പോലും നമുക്കൊരു ഫ്ലിപ്പ് കീ കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. സിട്രോൺ C3 Xലും നമുക്ക് ഫ്ലിപ്പ് കീ വന്നിട്ടുണ്ട്. അപ്പം അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മേളത്തെ പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആസിറ്റി സെയിം തന്നെയാണ്. ബി പില്ലേഴ്സൊക്കെ നമുക്ക് ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പ്രീമിയംനെസ് തോന്നും. അന്നേരം ഇത്ര ഒരു ഏരിയ കറക്റ്റായിട്ട്, അതായത് ഈ ബിയും സി പില്ലറും കൂടെ നമുക്ക് ആ ബ്ലാക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടുകളാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളൊരു കാര്യം. ഇത് കഴിഞ്ഞ് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ കൊണ്ട് ഈ റണ്ണിങ് ബോർഡിൻ്റെ ഈ ഒരു ഫൈബർ പാർട്ട് തീരുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നോർമലായിട്ടാണ് വരുന്നത്. ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഈ സൈഡിൽ നിന്ന് അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് തുടങ്ങുന്നത്. ഇത്രയും വലിയൊരു ടെയിൽ ലാമ്പാണ്. സിട്രോൺ എന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന കംപ്ലീറ്റ് ഹാലജൻ ബൾബാണ്. LED ബൾബോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് അവൈലബിൾ അല്ല. അത് കഴിഞ്ഞ് ബാക്കിലോട്ട് വരുമ്പോൾ ഈ C3 എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സിട്രോയിൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരുടെ ലോഗോ നല്ല രസമായിട്ട് തന്നെ, അതായത് അത്രയും വലുതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് 2 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. 2 റിഫ്ലക്റ്റേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ കിറ്റ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ ഒരു ക്രോം ഫിനിഷ് വരുന്നതായിരിക്കും. കാണാൻ കുറച്ചുകൂടെ ഭംഗിയാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹുഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 315 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതൊരു EV വെഹിക്കിൾ ആണെങ്കിൽ പോലും നമുക്ക് ഒരു രീതിക്കുള്ള സ്പേസ് പോലും ഇവിടെ കൺസ്യൂം ചെയ്യുന്നില്ല. അതായത് സാധാരണ EV വെഹിക്കിൾസിൽ നമുക്ക് ബൂട്ട് സ്പേസ് കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ടാണ്. ഇതിപ്പം അണ്ടർ ബോഡിയിലാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൂട്ടിന് ഒരു രീതിക്കുള്ള വ്യത്യാസമില്ല. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു നല്ലൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഒരു ഫുൾ സൈസ് ടയർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സാധാരണ പഞ്ചർ കിറ്റാണ് ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളും പ്രത്യേകിച്ച് EV വാഹനത്തിലൊക്കെ ആഡ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് നമുക്കിവിടെ ഒരു പെയർ വീലും കൂടെ കിട്ടുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റിൽ ഇവിടെ ക്ലോസിങ്ങും കാര്യങ്ങളൊന്നും ഇതെല്ലാം ഓപ്പൺ ആണ്. ഇതെല്ലാം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാം ഇത് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. അതൊരു നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജേഴ്സ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. AC ചാർജേഴ്സാണ് കിട്ടുന്നത്. AC ചാർജേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 to 100 ഏകദേശം 10.5, അതായത് 10 മണിക്കൂർ 30 മിനിറ്റോളം നമുക്ക് ചാർജിങ്ങിന് എടുക്കുന്നുണ്ട്. ഒരു ഫുൾ ചാർജിങ് 0 to 100 എത്താൻ വേണ്ടി. അതേ സ്ഥാനത്ത് നമുക്കൊരു 10 to 80 ആക്കാൻ DC ചാർജേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 57 മിനിറ്റാണ് കമ്പനി പറയുന്നത്. 57 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു ഫുൾ ചാർജ്, അതായത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു 10 to 80% കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ്ങിലും ഒരുപാട് നെഗറ്റീവ് സൈഡുകളുണ്ട്. കാരണം ബാറ്ററിയുടെ ലൈഫിന് പ്രശ്നം വരാനുള്ള സാധ്യത കൂടുതലാണ്. ബാറ്ററി ഹീറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ബാറ്ററി ഹീറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ചാർജ് കയറാനുള്ള സ്പീഡ് കുറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് സൈഡ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു EV വാഹനമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കഴിവതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്ലോ ചാർജിങ് തന്നെയാണ്. ഫാസ്റ്റ് ചാർജിങ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ അത്യാവശ്യ ഘട്ടത്തിലൊക്കെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നല്ലതായിരിക്കുന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റ് അല്ല കിട്ടുന്നത്, ഒരു നോർമൽ സീറ്റാണ് കിട്ടുന്നത്. ഒറ്റ ഇതായിട്ട് തന്നെ മറിച്ചിടാൻ പറ്റുന്ന സീറ്റാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പാർസൽ ട്രേ വെക്കാനുള്ള ഹുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പാർസൽ ട്രേ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമുക്കിവിടെ എന്തെങ്കിലും തൂക്കിയിടാൻ വേണ്ടി പറ്റുന്ന 2 ക്ലിപ്പ്
ക്ലിപ്സ് കൊടുത്തിട്ടുണ്ട്. അത് 3 kg വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജാക്ക്, നമ്മുടെ ടൂൾ കിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോ, അതായത് കെട്ടിവലിക്കാനുള്ള ടോ ഹുക്കും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്നതാണ് ഒരു വീടുകളിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചാർജറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു 15 ആമ്പിൻ്റെ കണക്ഷനിലോട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതായത് നമ്മുടെ നോർമൽ വീട്ടിലേക്ക് AC കണക്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ എയർ കണ്ടീഷൻ കണക്ട് ചെയ്യുന്ന ആ ഒരു സോക്കറ്റിലോട്ടൊക്കെ കണക്ട് ചെയ്ത് ഡയറക്റ്റ് നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സ്കിഡ് പ്ലേറ്റ് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കും. ഇതിപ്പം ഫുള്ളായിട്ട് ആ ഒരു ബ്ലാക്ക് തീമിലാണ് വരുന്നത്. എന്നാൽ ഇത്രയും പോർഷൻ മാത്രമായിട്ട്, അതായത് ഈ കാണുന്ന ഇത്രയും പോർഷൻ മാത്രം വേറൊരു കളറിൽ, ഒന്നെങ്കിൽ സിൽവറിലൊക്കെ പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് എടുത്ത് നിൽക്കും. നമുക്ക് ആ കാണുന്ന പോലെ തന്നെ ഒരു സിൽവർ ഫിനിഷ് ആ താഴെ കാണുന്ന പോലെ അത് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും ഒരു ബേസ് വേരിയൻ്റ് ആണ് പറയില്ല. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും വാഹനത്തിനകത്തോട്ട് കയറുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഡോർ പാഡ്സ് തൊട്ട് തുടങ്ങാൻ സാധിക്കും. ഇവിടെ നമുക്ക് 2 പവർ വിൻഡോസാണ് വരുന്നത്, ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഫ്രണ്ട് വരുന്നത് നോർമൽ 1 ടച്ച് ഡൗണോ കാര്യങ്ങളൊന്നും അല്ല കിട്ടുന്നത്, സാധാരണ സ്വിച്ചുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽ കാണാൻ സാധിക്കും. ഒരു ഏകദേശം ഒരു 1 ലിറ്റർ അടുപ്പിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്നൊരു ബോട്ടിലും ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്പീക്കറിൻ്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ സ്പീക്കറില്ല, വേക്കൻ്റ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വട്ടം കാണാൻ സാധിക്കും. ഒരു സ്പീക്കേഴ്സൊക്കെ നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കിറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ അവൈലബിൾ ആണ്. ആ കിറ്റിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആയിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന 10.23 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ പോലും അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. വീഡിയോ കാണുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റി ഔട്ട്പുട്ടിൽ എനിക്കങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഓക്കെ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി ഗുണം എന്നാന്ന് പറഞ്ഞാൽ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോൺ കണക്ട് ചെയ്യാൻ സാധിക്കും എല്ലാം കൊണ്ടും. അതായത് ഇൻ്റർനെറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇനി നമുക്ക് ഈ വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് AC വെൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ കളർ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ബ്ലാക്ക് തീമിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 കളേഴ്സായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ഡാർക്ക് ഗ്രേയും ഇതൊരു ലൈറ്റ് ഗ്രേയും ആണ് വരുന്നത്. ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഈ ഹോൾ പോലെ ഇവിടുന്ന് ചെറിയ ഹോൾ തുടങ്ങി അങ്ങറ്റത്ത് വലിയ ഹോൾ വരുന്ന രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞൻ ക്ലസ്റ്റർ മീറ്ററാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കീ ഒന്ന് ഓൺ ചെയ്യാം. ഈ കാണുന്നതാണ് അതിൻ്റെ കീ. ഞാൻ ആ കീ ഒന്ന് ഓൺ ചെയ്യാണ്. ഇപ്പോൾ കീ ഓൺ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ചെറിയൊരു കളർ TFT ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിനകത്ത് ബാറ്ററിയുടെ ചാർജ് 58% ഉണ്ട്. 136 കിലോമീറ്റർ ഇനി ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. പവർ സ്റ്റിയറിങ്ങിൻ്റെ വാർണിംഗ് ലൈറ്റ്, ഡോർ ഓപ്പൺ ആണെന്നുള്ളതും ബാറ്ററിയുടെ ലൈറ്റും എല്ലാം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡെമ്മിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം കൂടി ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. കാണാൻ നല്ല കിടുവാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 9 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അഥവാ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എന്ന് പറഞ്ഞ്. തൊട്ട് താഴെ നമുക്ക് വരുന്ന AC വെൻസ്, ഈ ഒരു ചെറിയ AC വെൻസ് ഒക്കെ കാണും. ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ട ഒരു ഫീൽ തന്നെയാണ്. അതായത് നേരത്തെ ഞാൻ C3Xൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓടിച്ചു പോകുന്നതിൻ്റെ കാര്യം. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ മേളിൽ ഞാൻ ഇട്ടേക്കാം, ജസ്റ്റ് കയറി കാണാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ തൊട്ട് താഴെ എല്ലാം നമുക്ക് ഫിസിക്കൽ സ്വിച്ചസ് ആണ് വരുന്നത്. ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച്, ഫാൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയുള്ള സ്വിച്ച്, ACയുടെ സ്വിച്ച്, അതുപോലെ തന്നെ ഏത് പൊസിഷനിൽ എയർ വരണം എന്നുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച്, 12 വോൾട്ട് ചാർജർ ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും നമുക്ക് അഡീഷണൽ ആയിട്ടൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡെമ്മി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർജിങ് പാഡാണെന്ന് തോന്നിക്കുന്ന രീതിക്കുള്ള ജസ്റ്റ് എന്തെങ്കിലും സ്റ്റോറേജ് വെക്കാൻ പറ്റുന്നൊരു ചെറിയ രീതി ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി ഉള്ളിലോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതും രസമുണ്ട്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്കൊരു മാറ്റം വന്നിരിക്കുന്നത്. അതായത് സെയിം നമ്മുടെ ഗിയർ ലിവർ നോബിൻ്റെ സെയിം രീതി തന്നെയാണ്. പക്ഷേ അത്രയും പോർഷൻ മാറ്റിയിട്ട് ഇവിടെ ഒരു ടോഗിൾ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ ടോഗിൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് ടോഗിൾ ചെയ്ത സമയത്ത് അവൻ വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. അതായത് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ എന്നുള്ള രീതിയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നടക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടാണ്. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടായിരിക്കും. റെഡി എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടാണ്. ഫ്രണ്ടിൽ നിന്ന് എനിക്ക് ഒരു മോട്ടർ കറങ്ങുന്ന പോലത്തെ ഒരു ഒച്ച കേൾക്കാം. ഇപ്പോൾ എനിക്ക് AC ഓൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടത് ഇപ്പോൾ റിവേഴ്സ് മോഡായിട്ടുണ്ട്.
അതുപോലെ തന്നെ ന്യൂട്രൽ, ഡ്രൈവ് മോഡ്. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് ലിവർ കാണാൻ സാധിക്കും. അതും ഈ ഒരു ലെതർ ഫിനിഷൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാണ്. തൊട്ട് താഴെയായിട്ട് എന്തെങ്കിലും ഒരു കപ്പ് ഹോൾഡറിൻ്റെ പോലത്തെ ഒരു സെറ്റപ്പ്, പക്ഷേ കപ്പ് ഹോൾഡർ അല്ല. ഇതിലോട്ട് എനിക്കൊന്നൊരു ആംറസ്റ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ്ങോ മാനുവൽ ഡിമ്മിങ്ങോ ഒന്നും ഇല്ലാത്തൊരു മിററാണ് കിട്ടുന്നത്. അതൊക്കെ ഒന്ന് മാറ്റാമായിരുന്നു എന്ന് തോന്നുന്നു. തീരെ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ടായിരിക്കും. എന്നാലും അത് മാത്രം അതൊക്കെ കൂടെ കൊടുക്കാമായിരുന്നു എന്നൊരു സജഷനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ റൂഫ് ലൈറ്റിന് നമുക്ക് ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. ഇതും LED ആക്കായിരുന്നു. ഇതുപോലെ മൈക്കിൻ്റെ ഒക്കെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഇപ്പോൾ പ്രാക്ടിക്കൽ അല്ല. അതുപോലെ തന്നെ സൺവൈസറിൽ നമുക്ക് ഗ്ലാസസോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ക്ലസ്റ്റർ മീറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അല്ലാത്ത പക്ഷേ ഇവിടെ നോ കൺട്രോൾസ്, വേറെ കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാനുവലായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ലിവർ കൊടുത്തിരിക്കുന്നത്. കാരണം ഹെഡ്ലൈറ്റിന് അത്രയും കൂടെ പ്രൈസസ് കുറയാണ്. ഇത് നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചും ഇത് നമ്മുടെ ചാർജിങ് ലിഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇത് പുള്ളി ചെയ്താൽ മതി. അതുപോലെ തന്നെ എനിക്ക് ഈ പെഡൽസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചില വാഹനങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാൻ ഭയങ്കര വൃത്തികേടാണ്. പക്ഷേ ഇവിടെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. സ്റ്റിയറിംഗ് ടിൽറ്റോ ടെലിസ്കോപ്പിക്കോ ഒരു രീതിക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, അത് ഫിക്സഡ് ആണ്. അതും കൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷൻ. പീസ് വേരിൽ ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നത് മോശമാണ്. എന്നാലും ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിലോട്ടൊന്ന് ഇരുന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി കോ ഡ്രൈവർ സൈഡിലോട്ട് ഞാനൊന്ന് ഇരിക്കുകയാണ്. ഇപ്പം ഒത്തിരി ഫ്രണ്ടിലോട്ട് കയറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു പൊസിഷനിലൊന്നിട്ട് ഇരിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ കംഫർട്ടബിളാണ്, ഫുള്ളി കംഫർട്ടബിൾ അല്ല. ഓക്കെ, ഇപ്പം ഞാൻ കംഫർട്ടബിൾ ആണ്. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നൊരു കാര്യം ഗ്ലോ ബോക്സ്. പക്ക ഗ്ലോ ബോക്സ്, കാലേ മുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇവിടെ അത്യാവശ്യം ഒരു പെൻ സ്റ്റാൻഡ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 പെന്നുകൾ വെക്കാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പോർഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻറ്റിന ഊരി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വെൻറ്റിലേറ്റഡോ കാര്യങ്ങളോ ഒന്നുമല്ല, നോർമൽ ടൈപ്പ് ഗ്ലോ ബോക്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും സംഗതി അടിപൊളിയാണ്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. യെസ്, അതുപോലെ തന്നെ ഇവിടെ താഴെയും ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ള എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേറെ എന്തെങ്കിലും സംഭവത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ ഇങ്ങനെ ഒരു പോർഷൻ അവർ കൊടുക്കാൻ ഒരു സാധ്യതയില്ല. ഏതായാലും ഓവറോൾ ഇവിടെ നോക്കുമ്പോഴാണെങ്കിലും ഇവിടെ ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു അരോചകത്വം അല്ലാതെ വേറെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ ഗ്ലാസസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഒരു സജഷൻ കൊടുക്കാം. നമുക്ക് എയർ ബാഗും 2 എയർ ബാഗാണ് വരുന്നത്. 1, 2 അങ്ങനെ 2 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്കൊരു ഫാബ്രിക് മെറ്റീരിയലാണ് സീറ്റ് കിട്ടുന്നത്. ഏതായാലും നല്ല കംഫർട്ടുള്ള സീറ്റ് തന്നെയാണ്. കാരണം നമ്മളെ പിടിച്ച് നിർത്തുന്ന ടൈപ്പ് ഈ ഒരു ബോൾസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാനും സാധിക്കും. ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. പക്ഷേ കാലക്രമേണ ക്ലോത്ത് മെറ്റീരിയൽ ആയതുകൊണ്ട് എങ്ങനെയാവുമെന്ന് കൃത്യം പറയാൻ പറ്റില്ല. പിന്നെ ചെളി പിടിക്കുകയോ കാര്യങ്ങളൊന്നും പേടിക്കാൻ സാധിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് ബീജ് കളറൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കാരണം ചെളി പിടിക്കാനുള്ള ചാൻസസും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കൂടും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്കിനി ബാക്ക് സൈഡിലോട്ട് തിരിഞ്ഞ് നോക്കാം. ഓക്കെ, ഇനി ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സീറ്റ് എൻ്റെ കംഫർട്ടബിൾ ലെവലിലാണ് ഇട്ടിരുന്നത്. അതായത് കുറച്ച് നേരം ബാക്കിലോട്ട് ഇറക്കിയാണ് ഇട്ടിരുന്നത്. ഇപ്പം ഈ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ലെഗ് റൂമിൻ്റെ ഈ ഒരു പോർഷൻ കുറച്ചൊന്ന് പൊങ്ങിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് കാര്യമായിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു തൈ സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പോർഷനിലാണ്, ഇത്രയൊരു പോർഷനിലാണ് നമുക്ക് തൈ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് വലിയ കാര്യമായിട്ടൊരു തൈ സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ പറയില്ല. എന്നാലും ബാക്ക് സൈഡിൽ ഒരു ഓക്കെ ഫീൽ, ഭയങ്കര ഒരു ഗുമ്മാന്ന് ഞാൻ പറയത്തില്ല, ഒരു ഓക്കെ ഫീലാണ്. അതുപോലെ ഒരു ആംറസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നി. ജസ്റ്റ് എൻ്റെ സജഷൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഒരു ആംറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ഒരു ഫീല്. അതുപോലെ 60/40 നമുക്കിവിടെ അവൈലബിൾ അല്ല. ഫുൾ സീറ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ ആർക്കും ഇരിക്കാൻ സാധിക്കുന്നതല്ല. ഒരു റൂഫ് ലാമ്പ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മിസ്സിംഗ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ മാത്രം റൂഫ് ലാമ്പ് കിട്ടുന്നുള്ളൂ. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം റൂഫ് ലാമ്പും കൂടെ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതാണ്. ഗ്രാബ് ഹാൻഡിൽസോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല, അത് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി കുഴപ്പമില്ല. കാരണം ഇതൊക്കെ കുറേ നമുക്ക് മാറ്റം വരുത്തായിരുന്നു. കാരണം ഇപ്പോൾ പല വാഹനങ്ങളും അവരുടെ ബേസ് വേരിയൻ്റ് തൊട്ട് 4 ഡോർ പവർ വിൻഡോസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം സിട്രോൺ ഇനിയും കുറേ കൂടെയൊക്കെ പഠിച്ചു വരും, അല്ലെങ്കിൽ അവർ മാറ്റം വരുത്തും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഡോർസിൽ നമുക്ക് ഒരു ബോട്ടിൽ വെക്കാനുള്ള
ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. അതൊരു വലിയൊരു ബോട്ടിലൊന്നും വെക്കാൻ സാധിക്കില്ല, എന്നാൽ അത്യാവശ്യം ചെരിച്ചാണ് നമുക്ക് വെക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് USB-C ടൈപ്പോ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ഡെമ്മി മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 10 mm കുറവാണ് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ വന്നിരിക്കുന്ന മോഡലിൽ നമുക്ക് 180 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നതെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് 170 mm ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററി പാക്കാണ് ഇവിടെ നമുക്കത് കുറവ് വരുത്താനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് 170 mm ആണ് കിട്ടുന്നത്. കാരണം താഴത്തെ ഇത്രയും പോർഷൻ ബാറ്ററി ഏരിയ ആണ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടത് കാണാൻ സാധിക്കും. ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെയാണ് നമ്മുടെ ബാറ്ററി പാക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ക്ലെയിംഡ് റേഞ്ച്, കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 320 കിലോമീറ്റർ ആണ് ഒരു ഫുൾ ചാർജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. എന്നാലും കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഏകദേശം ഒരു കണക്കൂട്ടൽ പ്രകാരം 250 തൊട്ട് 280 കിലോമീറ്റർ പക്ക നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടുന്നതാണ്. ഇവിടെ 250 എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഹാബിറ്റ് തന്നെയാണ് ഇതിനകത്ത് വരുന്നൊരു മെയിൻ കാര്യം. കാരണം ഇതിനകത്ത് നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ റീജനറേഷൻ ബാറ്ററിയിലോട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ റീജനറേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള റേഞ്ച് കിട്ടുകയും ചെയ്യും. എന്നാൽ റീജനറേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഹൈ റേഞ്ച് നല്ല കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ റീജനറേഷൻ ഉണ്ടാകുന്നില്ല. കാരണം ബ്രേക്ക് ചെയ്താൽ പോലും റീജനറേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതി നടക്കില്ല. എന്നാലും ലെവൽ റോഡിലാണെങ്കിൽ അത്ര പ്രശ്നമില്ല. ഈ കയറ്റം കയറിയിട്ട് ഇറങ്ങി വരികയാണെങ്കിൽ നല്ല രീതിക്ക് റീജനറേഷൻ കിട്ടുന്നുണ്ട്. റീജനറേഷൻ എല്ലാം കൂടെ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ചാനലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഹുണ്ടായുടെ ക്രെറ്റയാണ് ഞാൻ അതുപോലെ ചെയ്തിരിക്കുന്നത്, EV ചെയ്തിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഇനി ഈ വാഹനം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്തും കൂടെ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. യെസ്, അപ്പം നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. ഇതിന് എഞ്ചിനുണ്ടോ? ഇല്ല. അപ്പം ഇതാണ് നമുക്കിതിൻ്റെ എഞ്ചിൻ റൂം. ഇതിലൊരു നോർമൽ ബാറ്ററി നമുക്ക് വരുന്നുണ്ട്. ഇതൊരു സെക്കൻഡറി ബാറ്ററിയാണ്, പ്രൈമറി ബാറ്ററി അല്ല. ഒരു ബാറ്ററി വരുന്നുണ്ട്. ഫ്യൂസസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആക്സസറി, മിനി റിലേ, റേഡിയേറ്റർ, മിനി റിലേ, ഇതിൻ്റെ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഫ്യൂസസിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കൺവേർട്ടർ യൂണിറ്റ് ഒക്കെയാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മളൊരു EV വെഹിക്കിളിൻ്റെ ഹുഡ് തുറക്കുന്ന സമയത്ത് ഒരു ഫ്രങ്ക് കാണുന്നതാണ്. ഇവിടെ ഫ്രങ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിന് പകരമായിട്ട്, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പക്ക IC എഞ്ചിൻ വാഹനത്തിനെ IC എഞ്ചിൻ മാറ്റിയിട്ട് നേരെ EVയിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാം ഒരു ഡ്രോബാക്സും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. കാരണം കേബിൾസൊക്കെ വരുന്നൊരു രീതി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഒരു പ്ലേസ്മെൻറ്റ് നമുക്ക് കാണുമ്പോൾ അറിയാം പക്ക ഒരു IC എഞ്ചിനിൽ നിന്ന് മാറ്റി ഇവനൊരു EVയിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇതിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ കൈയിട്ട് പണിയെടുക്കാൻ പറ്റുന്ന ഏരിയാസൊക്കെ നന്നായിട്ട് കാണാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സംഗതി ഓവറോൾ കൊള്ളാം. എനിക്കൊരു ഫുൾ ഏരിയാസ് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ AC കംപ്രസർ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. AC കംപ്രസർ ഏകദേശം ഇതിൻ്റെ ഉള്ളിലോട്ട്, അതായത് ഈ ഒരു സൈഡിലായിട്ടാണ്, ഈ ഒരു ബാക്കിലത്തെ പോർഷനിലായിട്ടാണ് AC കംപ്രസർ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്കുള്ള ഡ്രൈവ്, ഫൈനൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ വേണ്ട ഈ ഒരു പോർഷനിൽ നിന്നാണ് വരുന്നത്. ഏകദേശം എല്ലാം കൊണ്ടും ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഹുഡിൽ ഇങ്ങനെ ഒരു എമർജൻസി ലിവർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു എമർജൻസി ലിവർ കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ലോക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇത് ഊരേണ്ടി വരികയാണെങ്കിൽ നമുക്കിത് ഊരി വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു എമർജൻസി ലിവറിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഗൺ ഊരി എടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എമർജൻസി ലിവർ ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ നമുക്കൊരു ഡ്രൈവും കൂടെ ഒന്ന് നോക്കാം ഈ വാഹനം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടാണ്. നമുക്ക് ബ്രേക്ക് കൃത്യമായിട്ട് താന്നു പോകുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ഡ്രൈവ് മോഡ് ഇട്ടു. ഡ്രൈവ് മോഡ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വാഹനം ഏകദേശം ഒരു 160 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിരിക്കുന്ന വാഹനമാണ്. ഇനി 135 കിലോമീറ്റർ ഓടാനുള്ള ചാർജും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ ഈ വാഹനം ലോക്കായിരിക്കുകയാണ്. ഏതായാലും സസ്പെൻഷൻ സൈഡൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്നൊരു മോശ വഴിയാണ്, നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സസ്പെൻഷൻ്റെ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. സിട്രോണിൻ്റെ ഒരു മെയിൻ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ സസ്പെൻഷൻ സൈഡ് കിടുവാണ്. അതുപോലെ തന്നെ സ്റ്റിയറിങ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് മെയിനായിട്ട് നമ്മളൊരു വാഹനം നല്ല റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. പക്ഷേ മോശ വഴിയാണ് നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കേണ്ടത്. കാരണം മോശ വഴി നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു പെർഫോമൻസ്, ഔട്ട്പുട്ടും കാര്യങ്ങളുമൊക്കെ. കാരണം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതാണ് പൊതുവെ കുറവ്.
എല്ലാവരും നല്ല റോഡിൽ കൂടെ ഓടിച്ച് നോക്കിയിട്ട് അടിപൊളിയാന്നൊക്കെ പറയുന്ന പോലെ ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം നമ്മൾ മോശം വഴി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. സസ്പെൻഷൻ മാതിരി കിടുവാണ്. ആകപ്പാടെ പിന്നെയും എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടോ എന്നൊന്ന് നോക്കിയേക്കാം. ഞാനിവിടെ വന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ഒരു വഴി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ നേരെ ഡ്രൈവിലോട്ടൊന്ന് ഇടുകയാണ്. യെസ്, നമ്മൾ പിന്നെയും അത് മാറ്റി ഗിയർസ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഡ്രൈവിലോട്ട് മാറ്റി പോവാണ്. യെസ്, നമുക്ക് ഈ കയറ്റത്ത് ഞാനൊന്ന് ബ്രേക്ക് ചെയ്യാണ്. ബ്രേക്ക് ചെയ്തു. ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തു. ഒന്ന് പുറകോട്ട് പോയിട്ടാണെങ്കിൽ പിന്നെ ഫ്രണ്ടിലോട്ട് പോകുന്നത്. എന്നാലും കുഴപ്പമില്ല, കാരണം നമുക്കൊരു ബ്രേക്കിങ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. ഒരു നല്ലൊരു കയറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോകുമ്പോൾ വാഹനത്തിന് മനസ്സിലാവും ദേ പുറകോട്ട് ഇറങ്ങി പോരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉടനെ സഡനായിട്ട് അവൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏതായാലും അത് ഓക്കെയാണ്. ഓവറോൾ ഈ ഒരു വാഹനം ഓക്കെ ഫീല് തന്നെയാണ്. നമുക്കൊരു ഇലക്ട്രിക് വാഹനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പം ഇലക്ട്രിക് വാഹനം എടുക്കാൻ പ്ലാൻ ഉള്ള ആൾക്കാർ ഏത് ഇലക്ട്രിക് വാഹനം എടുക്കണം എന്നുള്ളൊരു ആലോചന നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഓപ്ഷനിൽ ഒന്നാണ് ഞാൻ ഈ കാണിക്കുന്ന ഒരു വാഹനം. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു വാഹനം ചൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു EV ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ പറയുന്ന ഒരു സിട്രോൺ EV എന്ന് പറയുന്ന വാഹനം. കുറച്ച് നേരം ഇപ്പം നമ്മൾ ഈ കണ്ടതിനകത്ത് കുറേ ഏറെ കാര്യങ്ങൾ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു മിസ്സിങ്ങും ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും വെച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു പ്രൈസിനോട് സാമ്യമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓവറോൾ ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്ന 3981 mm ആണ്. ഇതിൻ്റെ വീൽ ബേസ് കിട്ടുന്ന 2540 mm ആണ്. ഇതിൻ്റെ ബാറ്ററി വരുന്ന 29.2 kWh ബാറ്ററിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പവർ എന്ന് പറഞ്ഞാൽ 53 PS പവർ, 143 Nm ടോർക്കുമാണ് ഈ ഒരു മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്ര നേരം നമ്മൾ സംസാരിച്ച ഒരു EV വാഹനത്തിനെ കുറിച്ചാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള പെട്രോൾ വാഹനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ഇതൊരു പെട്രോൾ വാഹനമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരം പറയാനില്ല. കാരണം 2 വേരിയൻസിൽ ഇത് അവൈലബിൾ ആണ്. ഷീറ്റ് മെറ്റലിലോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസമില്ല. ഇതൊരു പെട്രോൾ വേരിയൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടുത്തെ ഒരു ലിഡിങ്ങിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു പെട്രോൾ വെഹിക്കിൾ അല്ല. ഇതൊരു EC3 എന്ന് പറയുന്ന വാഹനം തന്നെയാണ്. അതായത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെ ഇതിൻ്റെ ചാർജറിൻ്റെ ലിഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ലിഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനം ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്താൽ ചാർജ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ലിഡ് എന്തിനുള്ളതാണ്? നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കാൻ പറ്റും. ഇത് വേറൊന്നും കൊണ്ടല്ല, ഷീറ്റ് മെറ്റലിന് ഒരു രീതിക്കുള്ള മാറ്റമോ കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അവിടെ ഒരു മാറ്റം വരുത്തുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ക്വാർട്ടർ പാനലിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ പിന്നെയും കോസ്റ്റ് കൂടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടൊരു IC എൻജിൻ വെക്കാൻ പറ്റുന്ന രീതിക്ക് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ബോഡിയിലോട്ട് ഒരു ഇലക്ട്രിക് മോട്ടറും അതിൻ്റെ യൂണിറ്റ്സും ബാറ്ററിയും കൂടെ പ്ലേസ് ചെയ്താണ് നമുക്ക് ഈ ഒരു വാഹനം വരുന്നത്. ഒരു രീതിക്കുള്ള മാറ്റം ഇവിടെ സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മെയിൻ കാര്യമാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ ബേസ് വേരിയൻ്റെ പ്രൈസ് വരുന്നത് 13,76,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതേ സ്ഥാനത്ത് ഇതിൻ്റെ ഇയർ ബാക്ക്, അതായത് 2025 മോഡൽസ് ഇപ്പോഴും അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്കായിട്ട്. ആ ഒരു സ്റ്റോക്കൊക്കെ വരുമ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ഇതിന് ഓഫർ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് 11,76,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓൺ റോഡ് പ്രൈസിൽ ഇറക്കി കിട്ടുന്നതാണ്. പക്ഷേ അത് ലിമിറ്റഡ് പീരീഡ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനം നോക്കാൻ പ്ലാൻ ഉള്ളവർക്ക് ധൈര്യമായിട്ട് നോക്കാൻ സാധിക്കും. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.